മലയാളികളെന്നല്ല ഓരോ സിനിമാ പ്രേമികളും കാണാൻ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. മാർച്ച് 27-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചിത്രത്തിലെ കഥാപാത്രങ്ങളെയൊക്കെ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ വന്നിരുന്നു. എന്നാൽ ആരെങ്കിലും അതിൽ മിസ്സായി തോന്നിയോ എന്ന് കമൻറ്റ് ചെയ്യുക. ചിത്രത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിയ നേരങ്ങളിലൊക്കെ തന്നെയും ചിത്രത്തിന് നല്ല രീതിക്ക് തന്നെ ഹൈപ്പ് കിട്ടിയിരുന്നു. സിനിമാ ചർച്ചകൾ നടക്കുന്നതിനിടയിലെ പ്രധാന ടോപ്പിക് എമ്പുരാനായി മാറി. PR ടീമിൻ്റെ ഒരു രാജതന്ത്രം തന്നെയാണ് അതെന്ന് പറയാനായിട്ട് പറ്റും. എന്നാൽ ഇടയ്ക്ക് ആ ഒരു ഹൈപ്പ് കുറഞ്ഞെങ്കിലും അവസാനത്തെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സമയങ്ങളിൽ വീണ്ടും ഹൈപ്പ് കയറി വന്നു. എന്നാൽ ക്യാരക്ടർ നമ്പർ 3 എത്തിയപ്പോൾ പലരുടെയും മുഖത്ത് നിരാശയായി എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ എമ്പുരാനിൽ ബലരാജായി എത്തുന്ന അഭിമന്യു സിംഗിനെയോ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ടായിരിക്കണം പെട്ടെന്നൊന്ന് നെറ്റ് ചുളിച്ചത്. ധീരനും തലൈവയും മാത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും ആളുടെ ഒരു റേഞ്ച്. അങ്ങനെ ഒന്നും നോക്കാതെ പൃഥ്വിരാജ് ആളെ കാസ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പൊ പറഞ്ഞു വരുന്നത്, മിക്ക സിനിമകളിലും ആള് തീവ്രവാദി അല്ലെങ്കിൽ അത്തരം റോളുകളിലാണല്ലോ എത്താറ്. ഇത്തവണയും പതിവ് തെറ്റിക്കാൻ വഴിയില്ല എന്ന് തന്നെ തോന്നുന്നു. വേണ്ട, കഥാപാത്രങ്ങളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ അത് ആസ്വാദനത്തെ ബാധിക്കും. എന്നാൽ മിക്ക സിനിമാ ഗ്രൂപ്പുകളിലെയും ചർച്ച ബലരാജ് സ്റ്റീഫന് പറ്റിയ എതിരാളിയാണോ എന്നതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആദ്യ ഭാഗത്ത് വിവേക് ഒബ്രോയ് വന്ന് നിറഞ്ഞാടിയ ആ ഒരു വില്ലൻ വേഷത്തിൽ ഈ വട്ടം ഇദ്ദേഹം എത്തുമ്പോൾ പ്രതീക്ഷയ്ക്കൊപ്പം എത്തുമോ? തീർച്ചയായും സ്റ്റീഫന് പറ്റിയ ഒരു എതിരാളി തന്നെയാണ് ബലരാജ്. പൃഥ്വിരാജ് എങ്ങനെയാണ് ആ ഒരു കഥാപാത്രത്തെ നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നത് എന്നറിയാൻ മാത്രമാണ് ആകാംക്ഷ. ഒന്നിനെയും, അതായത് വേൾഡിലെ ഏറ്റവും വലിയ ശക്തിയായ ഖുറൈഷി ഗ്യാങ്ങിനെ തകർക്കാൻ കെൽപ്പുള്ള ഒരു വില്ലൻ അവിടെയുണ്ടോ എന്ന സംശയം പൃഥ്വിരാജും പ്രകടിപ്പിച്ചു. ഒരുപക്ഷെ ആ വില്ലൻ കബൂക്ക തന്നെ ആയിരിക്കാം. കാരണം അതുകൊണ്ടാണ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ദാവൂദാണോ കബൂക്കയാണോ എന്ന് അവസാനം ഫോണിലൂടെ ചോദിക്കുമ്പോൾ ഖുറൈഷി അബ്രാം എന്ന് പറയുമ്പോൾ ഞെട്ടുന്നതും. കാരണം കബൂക്കയെ വരെ തോൽപ്പിച്ച ആ ഒരു ഗ്യാങ്, ആ ഗ്യാങ്ങിന്റെ കഥയുമായിട്ടാണല്ലോ പൃഥ്വിരാജ് മുരളി ഗോപിയുടെ തിരക്കഥ സിനിമയാക്കി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. കാത്തിരിക്കാം എന്താണ് അതിലുള്ളത് എന്നറിയാൻ. എന്താണെങ്കിലും ഇടിവെട്ട് പരിപാടി തന്നെ എമ്പുരാനിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നത് തീർച്ച. ഓരോ കഥാപാത്രങ്ങളുടെയും കോൺഫിഡൻസ് കാണുമ്പോൾ നമുക്കത് വ്യക്തമാകുന്നുണ്ട്. ഇനി ഇതിനൊരു 3-ാം ഭാഗം കൂടെയുണ്ട്. അപ്പോൾ എമ്പുരാൻ കഴിഞ്ഞാലും വീണ്ടും കാത്തിരിപ്പിൻ്റെ നാളുകൾ വീണ്ടും ആരംഭിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയല്ലേ അതും. പക്ഷേ ആ കാത്തിരിപ്പിനും ഒരു സുഖമുണ്ട്. സ്റ്റീഫൻ്റെ വരവ് അറിയിച്ചു കഴിഞ്ഞു. ഇനി വരാനുള്ളത് ഖുറൈഷിയാണ്. ഖുറൈഷിക്കായുള്ള കാത്തിരിപ്പാണ്. ഒരുപക്ഷെ ഇതുപോലെ ഒരു ഹൈപ്പ് വേറെ മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടോ എന്നത് സംശയമാണ്. പൃഥ്വിരാജ് മുരളി ഗോപിയുടെ എഴുത്തിനെ എങ്ങനെയാണ് സ്ക്രീനിൽ എത്തിക്കുക എന്നതാണ് മറ്റൊന്ന്. എന്നാൽ ഇതിനോടകം പുറത്തു വന്ന ക്യാരക്ടർ പോസ്റ്ററിൽ നിന്നും വ്യക്തമാകുന്ന മറ്റൊന്ന്, ചിത്രത്തിൽ ലൂസിഫറിൽ എന്ന പോലെ ശക്തമായ പൊളിറ്റിക്സും പറയാനുണ്ടാകും. എന്നാൽ പേടിപ്പിക്കുന്ന കാര്യമെന്തെന്നാൽ ചിത്രത്തിൽ ഫ്ലാഷ് ബാക്ക് സീനുകളും വരുന്നുണ്ട്. എല്ലാം കൂടെ അവിയൽ പരുവം ആകരുതേ എന്നതാണ് പ്രാർത്ഥന. ഓരോ ദിവസം കഴിയുന്തോറും ചിത്രത്തിൻ്റെ ഹൈപ്പ് കൂടി വരികയാണ് എന്ന് തന്നെ പറയണമല്ലോ. എന്താണെങ്കിലും മാർച്ച് 27 വരെ കാത്തിരിക്കാം.